നമസ്കാരം. ബാലൻ 1938 പുറത്തിറങ്ങിയ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രമാണ് ബാലൻ. ചരിത്രത്തിൽ ഇടം പിടിച്ച സിനിമയാണ്. ഇപ്പോൾ നമ്മൾ 2026 നിൽക്കുന്നത്. 2026 ഒരു ബാലൻ കൂടി വരികയാണ്. ഈ ബാലൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതി ചിദംബരം സംവിധാനം ചെയ്ത് പുറത്തിറക്കുന്ന ബാലൻ. ആ ബാലൻ കണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പം ആ ബാലൻ പലവിധ ചിന്തകൾ എന്നിലുണ്ടാക്കിയിട്ടുണ്ട്. ആ ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ബാലനെക്കുറിച്ച് സംസാരിക്കുമ്പം ആമുഖമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ പേടിക്കേണ്ട, കഥയിലേക്കൊന്നും കടക്കുന്നില്ല. അത് എൻ്റെ ഉള്ളിലുണ്ടാക്കിയ ചില അനുഭവങ്ങൾ, ചില ചിന്തകൾ നിങ്ങളോട് പങ്കുവെക്കാമെന്ന് മാത്രമാണ് വിചാരിക്കുന്നത്. ബാലനെ ആമുഖമായിട്ട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതൊന്നുമല്ല. 1938 ബാലനിൽ നിന്ന് ഈ 2026 ബാലനിലേക്ക് എത്തുമ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. ഒരു വ്യത്യാസമില്ല. മനുഷ്യൻ്റെ അനുഭവങ്ങൾ, ജീവിതം, അതിജീവനം, ഇതൊക്കെ ആ 38 നിന്ന് ഇവിടെ എത്തുമ്പോഴും ലോകത്തിന് ഒന്നും മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മനുഷ്യൻ ഉണ്ടായതു മുതലുള്ള അനുഭവങ്ങളുടെ മുന്നോട്ട് പോക്കിൻ്റെ ഒക്കെ അടിസ്ഥാനം ഒരൊറ്റ വഴിയാണ് അവൻ്റെ മുമ്പിലുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ജീവിക്കാനുള്ള ഒരു അതിജീവനത്തിൻ്റെ വഴിയാണ്. അത് 38 ബാലൻ്റെ കഥ ചിലപ്പോൾ ബാലൻ നമുക്ക് കാണാനൊന്നും പറ്റിയില്ലെങ്കിൽ പോലും അതിൻ്റെ കഥയറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. അതിൽ നിന്നും ഇന്നത്തേക്ക് വരുമ്പം കഥയിൽ അതിൻ്റെ റൂട്ടിൽ അല്ലെങ്കിൽ കഥയുടെ പശ്ചാത്തലത്തിൽ ഒക്കെ വ്യത്യാസമുണ്ടെങ്കിലും അതിലെ കോർ തീം, അതിജീവനം എന്ന് പറയുന്ന സംഭവം ഒന്ന് തന്നെയാണ്. അതാണ് ഇന്നത്തെ ബാലനിലേക്ക് എത്തുമ്പം എനിക്കുണ്ടായ ഒരു പ്രധാനപ്പെട്ട തോന്നൽ. എന്താണ് ബാലൻ? സാധാരണ ഒരു ബാലൻ എന്ന് പറഞ്ഞിട്ട് പരിചയമില്ലാത്ത കുറേ ആളുകളൊക്കെ അഭിനയിക്കുന്നൊരു സിനിമ, ഇതെന്തിനാണ് കാണുന്നത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങനെ ഇത് കണ്ടാൽ കാണാൻ തോന്നുമോ എന്നൊക്കെ ചില ആളുകൾക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം. എന്നാൽ ബാലനെ കാണാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അത് ഒന്ന് അതിൻ്റെ സംവിധായകനാണ്, ചിദംബരം അതിൻ്റെ സംവിധായകനാണ്. രണ്ടാമത്തേത് ജിത്തു മാധവനാണ്. ജാനേമനും മഞ്ഞുമ്മൽ ബോയ്സും ഒക്കെ കണ്ട് നമുക്കറിയാം. ചിദംബരത്തിൽ ഒരു പ്രതീക്ഷ ഏതു മട്ടിൽ നമുക്ക് രൂപപ്പെടുത്താവുന്ന കാരണങ്ങളുണ്ട്. അദ്ദേഹമാണ് ഇത് സംവിധാനം ചെയ്തത്. ആ രണ്ട് സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ അദ്ദേഹം രചനയിൽ പങ്കാളി അല്ല എന്നുള്ളതാണ്. മറ്റേ രണ്ടും അദ്ദേഹം എഴുതിയതാണ്. ഒന്ന് മറ്റത് എഴുത്തിൽ പങ്കാളിയായ സിനിമകളാണ്. എന്നാൽ ജിത്തു മാധവൻ, ആവേശമൊക്കെ കണ്ട നമുക്കറിയാം. ജിത്തു മാധവൻ രോമാഞ്ചവും ആവേശവും പൈങ്കിളിയും ഒക്കെ ചെയ്ത ജിത്തു മാധവൻ ഇവിടെ വരുമ്പോൾ തിരക്കഥ എഴുതുന്ന കാഴ്ച കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ എനിക്കുണ്ടായിരുന്നു. എൻ്റെ ട്രെയിലറൊക്കെ കണ്ടാലും അറിയാലോ. അങ്ങനെയുള്ള പ്രതീക്ഷയോടുകൂടി പോയപ്പം പ്രതീക്ഷ വെറുതെ ആയില്ല എന്ന് മാത്രമല്ല, അത് വലിയൊരു അനുഭവമാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ബാലനെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട സംതൃപ്തി എന്ന് പറയുന്നത്. ആ സിനിമയുടെ പ്രത്യേകതയൊക്കെ പറയുമ്പം നമ്മൾ സാധാരണ കാണുന്ന എലമെൻറ്റുകളുണ്ടല്ലോ, നമ്മൾ പ്രതീക്ഷിക്കുന്ന എലമെൻറ്റ്, എന്താ ആകാംക്ഷ, ഈ ത്രില്ലിങ് സ്വഭാവത്തിൽ ആണോ സിനിമ എടുത്തത്, അല്ലെങ്കിൽ കണ്ണീരാണോ, ഒരു ചെക്കനെക്കുറിച്ചാണല്ലോ കഥ പറയുന്നത്, അല്ലെങ്കിൽ ഒരു അമ്മ, അപ്പോൾ ആ മട്ടിലുള്ള എന്താണ് അതിലുള്ളത് എന്നൊക്കെയുള്ള ആകാംക്ഷ നമുക്കുണ്ടാവും. ഇതൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊക്കെ അപ്പുറത്താണ് ഈ സിനിമ നിൽക്കുന്നത് എന്നുള്ളതാണ്. ഒരു കുറച്ചുകൂടി താത്വികമായി പറയുകയാണെങ്കിൽ ഒരു ആഗോള സിനിമ, അല്ലെങ്കിൽ എന്താ പറയുക, സാർവലൗകിക ആശയം അല്ലെങ്കിൽ തീം ഒക്കെയുള്ള ഈ ലോകത്ത് എവിടെ ഇരുന്നാലും ഏത് ഭാഷ അറിയാത്ത മനുഷ്യനും കണ്ടാൽ വളരെ ആകാംക്ഷയോടെ കാണാൻ പറ്റുന്നൊരു സിനിമയാക്കി അവർക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധം, അവരുടെ മുന്നോട്ട് പോക്ക്, ഇതാണ് ഈ സിനിമ. ട്രെയിലർ കാണുന്ന പോലെ അമ്മയും മകനും മുന്നോട്ട് പോകാൻ വേണ്ടി അല്ലെങ്കിൽ അതിജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന വഴി, അതിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം, അതിനുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ മറികടക്കാനുള്ള ശ്രമം, ഇതാണ് ആ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മനുഷ്യൻ പലായനം ചെയ്യപ്പെടുന്ന ഒരാളാണ്. ഈ പലായനത്തിനിടയിൽ പ്രതിബന്ധങ്ങൾ ഒരുപാടുണ്ടാവും. ഇപ്പോൾ ഈ പ്രതിബന്ധങ്ങളെ മാറ്റുമ്പോൾ മനുഷ്യൻ ബേസിക്കലി അവൻ്റെ ആത്മനിഷ്ഠമായി അവൻ്റെ ലക്ഷ്യത്തിലേക്കാണ് അവൻ യാത്ര ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ അവന് തടസ്സം ഉണ്ടാകുന്നതൊക്കെ അവൻ നീക്കുക എന്നുള്ളതാണ്. അവിടെ ശരിയും തെറ്റുമൊന്നുമില്ല. പക്ഷേ അൾട്ടിമേറ്റായിട്ട് ഒരു ശരിയുണ്ട്, അത് മനുഷ്യൻ, ഒരു സത്യമുണ്ട്, അത് അതിജീവനം എന്ന് പറയുന്ന സത്യമാണ്. അത് അമ്മയും മകനും ആ ഒരു റൂട്ടിലൂടെയാണ് പോകുന്നത്. അതിനനുസരിച്ചുള്ള ആകാംക്ഷ നമ്മൾ ഉണ്ടാക്കാനും ഒരു വാണിജ്യ സിനിമയുടെ എല്ലാ ഘടകങ്ങളും ചേർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനും കഴിയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ബഹളമയമായ, നമ്മളെ സാമ്പ്രദായികമായ ബഹളം അല്ലെങ്കിൽ അതിൻ്റെ ചേരുവകൾ ആ മട്ടിലായിരിക്കില്ല എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു എൻ്റർടൈനർ എന്നുള്ള നിലയിൽ തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഒരാൾ, നമ്മൾ പൊതുവേ പറയാറുള്ളൊരു കാര്യമുണ്ട്, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പഴയ വാചകം നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അതിൻ്റെ ഒരു മറുവശം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നഗരത്തിലേക്ക് പോവുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. എന്തിനാണ് നഗരത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് പലായനം ചെയ്യപ്പെടുമ്പോൾ എന്തിനാണ് പലായനം ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ്. നമ്മളെ ഭൂതകാലത്തിൻ്റെ മുഴുവൻ ഭാരം, അതിൻ്റെ ഗുണങ്ങൾ ആണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. പക്ഷേ അതിൻ്റെയൊക്കെ ഭാരം പേറിക്കൊണ്ടാണ് ഒരാൾ ഒരു നാട്ടിൽ ജീവിക്കുക. അത് എവിടെയായാലും ജനിച്ചെടുത്ത് അവിടെ നിന്ന് ഈ ഇരുണ്ട അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ. അവൻ രക്ഷപ്പെടുന്നത് തൻ്റെ ഭൂതകാലത്തിൻ്റെ ബാധ്യതകളെക്കുറിച്ചുള്ള അറിവില്ലാത്ത ചുറ്റുപാടുകളിലേക്കാണ് രക്ഷപ്പെടുക. അപ്പോൾ അതിനെക്കുറിച്ച് പേടിക്കാനില്ല. അത് ചിലപ്പം ദാരിദ്ര്യമായിരിക്കാം,
അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളായിരിക്കാം, അതുമല്ലെങ്കിൽ നമ്മുടെ ജാതി, ഇന്ത്യൻ സാഹചര്യത്തിലാണ് ജാതി പോലുമായിരിക്കാം. അവൻ ജീവിച്ച സാഹചര്യങ്ങൾ, വർണ്ണം, അവൻ്റെ ജാതി, അവൻ്റെ മറ്റ് അടയാളങ്ങളെല്ലാം അവിടെ ഉപേക്ഷിക്കപ്പെടും. നഗരത്തിൽ അതൊന്നും പ്രശ്നമില്ല. നഗരത്തിൽ നമ്മളൊരു മനുഷ്യനായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുകയാണ്. അവിടെയും പക്ഷേ ഭാവിയിൽ നിരന്തരമായ സമ്പർക്കത്തിലൂടെ മറ്റു രീതിയിലേക്ക് മാറാമെന്നല്ലാതെ നിങ്ങളൊരാളാണ്, നിങ്ങൾ മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതിനപ്പുറത്ത്, അല്ലെങ്കിൽ ഇന്ന ജാതിയാണോ ഇന്ന ആളാണോ എന്നുള്ളതിനപ്പുറത്ത് നമ്മളവിടെ ഒരു ഫ്രഷ് മനുഷ്യനായിട്ടാണ് നിൽക്കുന്നത്. അവിടെ നമുക്ക് മാനുഷികമായ വിനിമയങ്ങളാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുക, അവിടെ നമ്മൾ അങ്ങനെ ആവുക, അവിടെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് പോവുക. അങ്ങനെയൊക്കെയുള്ള പോക്കിൻ്റെ ഒരു ഭയങ്കരമായ ഒരു നിഗൂഢതയാണ് ഈ സിനിമയിലുള്ളത്. അത് കേവലമായി ഒരു താത്വികമായ സാഹിത്യ രൂപത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തരത്തിലുള്ള ഒരു വർണ്ണനകളിലേക്കോ പോകുന്നതിനപ്പുറത്ത് ആകാംക്ഷ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ കഥയുടെ ഡെവലപ്മെൻറ്റ് തന്നെ വൃത്തിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഈ അമ്മയും മകനുള്ള യാത്രക്കിടയിൽ ഒരുപാട് ആളുകൾ അവർ കണ്ടുമുട്ടുന്നുണ്ട്. വ്യത്യസ്തരായ കഥാപാത്രങ്ങളും മനുഷ്യർ. അതിൽ ഭൂരിഭാഗവും നമുക്കറിയുന്ന പോലെ തന്നെ വളരെ നന്മയോട് ചേർന്ന് നിൽക്കുന്ന മാനുഷികതയുള്ള ആളുകളാണ്. മനുഷ്യർ എന്ന് പറയാൻ പറ്റുന്ന ആളുകളാണ്. അല്ലാത്ത ആളുകളും ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അതിനൊപ്പം കാണുന്ന ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. എന്തിനാണ്, ഏത് മട്ടിലാണ് മനുഷ്യൻ ഇങ്ങനെ പെരുമാറുന്നത്, എന്തിനാണെന്നൊക്കെ ചിന്തിക്കും. അങ്ങനെയൊക്കെയുള്ള യാത്ര ആണ്. ഈ സിനിമയിൽ ഒരു അമ്മമ്മയുണ്ട്. ആ അമ്മമ്മയാണ് നമ്മൾ വല്ലാതെ മറ്റൊരു തരത്തിൽ ചിന്തിപ്പിക്കുക. ആ അമ്മമ്മയുടെ ചില കാഴ്ചപ്പാട് നമ്മളെ ചിന്തിപ്പിക്കും. മറ്റൊരു ആംഗിൾ വരുന്നത് സ്ത്രീ എന്ന കൺസെപ്റ്റിലാണ്. ഈ അമ്മമ്മ, അങ്ങനെ 2-3 കഥാപാത്രങ്ങളെ അതിനകത്ത് നമ്മുടെ മനസ്സിൽ തൊടുന്ന കഥാപാത്രങ്ങളുണ്ട്. ആ സ്ത്രീ എന്ന കഥാപാത്രം അല്ലെങ്കിൽ സ്ത്രീ എന്ന മനുഷ്യൻ എങ്ങനെയാണ് അതിജീവിക്കുന്നതെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അമ്മയും മകനും എന്നുള്ളതാണ്. സ്ത്രീയും പുരുഷനും എന്ന് തന്നെയാണ്. അവിടെ അമ്മ കയറി നിൽക്കുന്നു. അതിജീവനത്തിൻ്റെ ഒരു ഫൈറ്റ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നണി പോരാളി സ്ത്രീയാണ് എന്നുള്ളത് നമുക്ക് പൊതുവായ ഒരു വസ്തുതയാണ്. അത് ഈ സിനിമ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുന്ന കാഴ്ചയാണ്, അനുഭവമാണ് നമുക്ക് ഈ സിനിമ തരുന്നത് എന്നുള്ളതാണ്. ഈ സിനിമ തുടക്കത്തിൽ തന്നെ അതിൻ്റെ ചില നിഗൂഢതകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ പുകവലിയെക്കുറിച്ചുള്ള അറിയിപ്പ് മുതൽ ആ നിഗൂഢതയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ഒരു വഴിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അതിജീവനം വരുന്നത്. നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടതുപോലെ പല വിധത്തിൽ നിഗൂഢത അനാവരണം ചെയ്യപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലുണ്ട്. ട്രെയിലർ കാണുന്ന പോലെ തോക്കുണ്ട്, പോലീസുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഫൈറ്റിലേക്ക് കടക്കുന്ന തരത്തിൽ, ഒരു സംഘർഷത്തിലേക്ക് കടക്കുന്ന തരത്തിലുള്ള അന്തരീക്ഷമുണ്ട്, വെടിവെപ്പുണ്ട്. ഇതൊക്കെ നമ്മൾ ട്രെയിലറിൽ കാണുന്നുണ്ടല്ലോ. അതൊക്കെ അനാവരണം ചെയ്യുന്നത് വ്യത്യസ്ത കഥാസന്ദർഭങ്ങളിലാണ്. അത് ആ മട്ടിൽ വിജയകരമായി അവർക്ക് ആവിഷ്കരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ബാലൻ്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. ഇതിൽ കാസ്റ്റിംഗ് ഭയങ്കര സംഭവമാണ്. ആരുടെ സിനിമ കാണാനാണ് പോകുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ സംവിധായകൻ്റെയോ തിരക്കഥാകൃത്തിൻ്റെയോ ഒക്കെ പേരാണ് ഈ സിനിമ കാണുമ്പോൾ പറയേണ്ടി വരുന്നത്. പക്ഷേ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ അഭിനേതാക്കളുടെ പേര് പറയാൻ തോന്നും. അമ്മാതിരി ഒരു പ്രകടനമാണ് അവരുടെ ഓരോരുത്തരുടെയും. പ്രധാനമായിട്ട് അമ്മയും മകനും തന്നെയാണ്. അതിൽ ഫർസാന പാലത്തിങ്കൽ, ആദിശേഷൻ KR, എനിക്ക് അവരെ അറിയില്ലായിരുന്നു. ഈ സിനിമ കണ്ടതിന് ശേഷം അവരുടെ പേര് തപ്പിപ്പിടിക്കുകയാണ്. പിന്നീട് അത് മുതിർന്ന കഥാപാത്രമായിട്ട് മാറുന്നുണ്ട്. 2 ക്യാരക്ടേഴ്സാണ്. ഒന്ന് ചെറുപ്രായം, പിന്നെ കുറച്ച് മുതിർന്നതിന് ശേഷമുള്ള പ്രായം. അതിനോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ കഥാപാത്രങ്ങൾ, ജീൻ പോൾ ലാലിൻ്റെ അസൽ രൂപമാണ്. ചില സമയത്ത് ലാൽ തന്നെയാണെന്ന് തോന്നും. മൂപ്പര് ഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട 2 പേരുണ്ട്. അതൊന്ന് ബാബു അന്നൂരാണ്. കുറച്ച് നേരമാണെങ്കിലും ബാബു അന്നൂരിൻ്റെ ഒരു ഗംഭീര കഥാപാത്രമുണ്ട്. ഇവർ ഒരു ഉഗ്ര നടനാണ്. ഇവരുടെ നാടകം അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിലത്ര വലിയ നീണ്ട ക്യാരക്ടർ അല്ലെങ്കിലും കുറച്ച് മനസ്സിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ബാബു അന്നൂരിൻ്റെ. പിന്നെ ബീന ആൻ്റണി നമ്മൾ പണ്ട് അനിയത്തി കഥാപാത്രം, കോളേജ് കുമാരിയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ സീരിയലിൽ സ്ഥിരം നടിയാണ്. പക്ഷേ അവർക്കൊരു ക്യാരക്ടർ റോള് അപൂർവമായിട്ടാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക. ഇവിടെ ഈ പുതിയ കാലത്ത് അവരെ ഒരു ചെറുതാണെങ്കിലും അവരുടെ ഒരു ഷംസുത്താന്നോ അങ്ങനെ എന്തോണം അവരുടെ പേര്, അവരുടെ ഒരു ഗംഭീര ക്യാരക്ടറാണ്. നമ്മൾ മനസ്സിലിങ്ങ് നിൽക്കും അവരുടെ ക്യാരക്ടർ. അങ്ങനെ പിന്നെ അഭിനയിച്ച നിരവധി ആളുകൾ, എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞൊരു സർപ്രൈസ് ഒരു ക്യാരക്ടർ കൂടിയുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അറിയും. ഞാനായിട്ടത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇത് കൂടാതെ നിരവധി ക്യാരക്ടർ ഉണ്ട്. അതിനനുസരിച്ചിട്ടുള്ള കഥയും കഥാപാത്രങ്ങളും ഒരു രംഗത്താണെങ്കിലും ആ മട്ടിൽ വന്നു പോകുന്ന സാഹചര്യം അതത്ര വൃത്തിയായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് പ്രധാനം. ഒരു ഫോട്ടോയിൽ കാണുന്ന ആൾ പോലും നമ്മുടെ മനസ്സിലേക്ക് പതിക്കുന്ന രീതിയിലേക്ക് അവർ കൊണ്ടുവിട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ മാത്രമല്ല സിനിമയുടെ പോക്കിൽ ഒരു വനാന്തരീക്ഷത്തിലുള്ള നാട്, പിന്നെ അത് കഴിഞ്ഞ് നഗരം, പിന്നെ അതുകൂടാതെ ഒരു കടൽ. അതായത് മനുഷ്യൻ ഈ യാത്രയിൽ എവിടെയൊക്കെ അവൻ വരുന്നത്, അവൻ കടന്നു പോകുന്ന എവിടെയൊക്കെയാണ്, അതൊക്കെ അതിനകത്ത്
പ്രത്യേകിച്ച് ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ ഞാനും അത് ആലോചിക്കുന്നത്. അങ്ങനെ ഒരു മല, നഗരം, കടൽ ഇതൊക്കെ മറികടന്നിട്ട് പോകുന്ന മനുഷ്യനാണല്ലോ. അതിനൊക്കെ ചേർത്ത് നിർത്തിയിട്ട് ഒരു കഥാഗതി നിർണ്ണയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് ആലോചിക്കുമ്പോൾ പല മാനങ്ങൾ ആ കഥയ്ക്ക് നമുക്ക് കൊടുക്കാനും കഴിയും. ജിത്തു മാധവനും ചിദംബരവും അതിനൊപ്പം ഫർസാന മുതൽ അങ്ങോട്ട് ആ സിനിമയ്ക്കൊപ്പം അണിനിരുന്ന ആളുകളും ഈ സിനിമയ്ക്ക് ചെയ്തതിന് ഫലം കണ്ടു എന്നുള്ളതാണ്. ഇനി എല്ലാവരുടെയും കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളും കണ്ടു നോക്കുക. എന്തായാലും രസകരമായ അനുഭവം എന്നുള്ള നിലയിൽ ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയതിൽ നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയുമായി ബാൽക്കണിയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.